സുഖമാണോ എല്ലാവർക്കും? അതെ, താങ്കൾ സുഖവിവരം അന്വേഷണത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നീ എന്റെ ലൈവിൽ കേറിയില്ലെങ്കിൽ നീ ആൺകുട്ടി, നീ നല്ല ചെറുക്കൻ. ഓക്കെ, നീ ചെറുക്കൻ. ഓക്കെ, യു യു ഐഡന്റിഫൈ ആസ് എ മെയിൽ. നീ കേറിയില്ല ഇതുപോലെ തന്നെ ഇഗ്നോർ ചെയ്യണേ. ഓക്കെ, യു ആർ സ്റ്റിൽ എ ശിഖണ്ഡി. ഓക്കെ, ഞാനൊരു പാട്ട് എടുത്തരാം. നിൻ പൂറായി വന്ന് എൻ കോത്തിൽ തരുമോ, കോത്തിൽ വന്ന് ചപ്പ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഉൾപ്പെടുന്ന റിയാക്ഷൻ, റോസ്റ്റിംഗ്, ട്രോൾസ് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്ന എല്ലാ ആൾക്കാരും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നീയെങ്കിൽ നാളെ ഞാൻ. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നീയെങ്കിൽ നാളെ നീ തന്നെ ആവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ മറ്റെന്താ പറയേണ്ടത്? ഇത് ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. കാര്യം ചില സോക്കോൾഡ് ഫെമിനിസ്റ്റുകളുണ്ട്. ആണുങ്ങളെല്ലാം തവിട് കൊടുത്ത് വാങ്ങിച്ചതാണ്. ആണുങ്ങൾക്കുണ്ടാവുന്ന ഡിപ്രഷനോ ആണുങ്ങൾക്കുണ്ടാവുന്ന ട്രോമയൊക്കെ പുല്ല് വില മാത്രം കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്ന കുറേ സോക്കോൾഡ് ഫെമിനിസ്റ്റുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫെമിനിസ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇവിടെ സൈഡിലോട്ട് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുക്കാം, വഫ ഹുസൈൻ എന്നാണ്. ഇവിടെ സൈഡിലോട്ട് മറ്റൊരു പ്രൊഫൈലോട് കൊടുക്കാം, ഇത് ആസിഫ് ഇൻസ്റ്റാഗ്രാമിൽ റോസ്റ്റിംഗ്, റിയാക്ഷൻ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് കണ്ടന്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. വഫ ഹുസൈനും അത്തരത്തിൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വഫ കണ്ടിന്യൂസ് ആയിട്ട് ആസിഫിന്റെ കണ്ടന്റ്സ് എടുത്ത് റിയാക്ട് ചെയ്ത് അതിലൂടെ ഒരു വ്യൂവർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ ഇതിനകത്തൂടെ പറയുന്ന കാര്യങ്ങൾ, ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ട്രോമ, ഡിപ്രഷൻ, ഇതിനൊന്നും ഒരു പുല്ല് വില പോലും കൊടുക്കാതെ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് മുൻധാരണകളോട് തന്നെ വിധി എഴുതിയിട്ട് ഇതിങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കാം. എന്താണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആസിഫിനെതിരെ വഫ ഹുസൈൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഒരു പയ്യൻ ഭയങ്കരമായിട്ട് ഫുഡിനെയൊക്കെ സെക്ഷലൈസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഒക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പുന്നാരമോനാണ്, ഒരു അപരാധി മോനാണ്. ഈ പൊന്നുമോനെ കുറിച്ചിട്ട് ആസിഫ് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ട്രോമ ഉണ്ടായി, അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അവന് വേണ്ടിയിട്ട് സംസാരിക്കാനെ കൊണ്ടാണ് വഫ ഹുസൈൻ ഇവിടെ വരുന്നത്. അപ്പൊ ഞാൻ വഫ ഹുസൈൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം. സുഖമാണോ എല്ലാവർക്കും? അതെ, താങ്കൾ സുഖവിവരം അന്വേഷണത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ മാങ്ങാത്തൊലി ഫാൻസ് എന്ന സൈബർ ബുള്ളിങ് കൊണ്ട് നിറയ്ക്കുന്ന എനിക്ക് അറിയാം. ബട്ട് ഡിസ്ക്ലെയിമർ, ഐ ഡോണ്ട് ഗിവ് എ ഡാം. നമുക്കിപ്പോ തുടങ്ങാം. സോ ദ തിങ് ഇസ്, ഇതെനിക്ക് ഈ അടുത്ത് വന്ന ഒരു മെസ്സേജ് ആണ്. അതായത് ഈ ഒരു കുട്ടി അവരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ റീൽസ് വീഡിയോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആസിഫ് അതിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ഹോമോഫോബിക് ആയിട്ട് ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ട് ആ വീഡിയോക്ക് റിയാക്ട് ചെയ്യുന്നു. ഇത് ഈ കുട്ടിയെ വളരെ മെന്റലി തളർത്തിയും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഇതൊന്ന് റിമൂവ് ചെയ്യോ എന്ന് ആസിഫിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൺ ഡേ ഈ കുട്ടി ഇൻസ്റ്റഗ്രാം ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആസിഫ് ഫാസ്റ്റ് ലൈവിൽ ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ആ ഒരു ലൈവിൽ പോലും ഇയാൾ യൂസ് ചെയ്ത ലാംഗ്വേജ് ഞാൻ കേൾപ്പിച്ചു തരാം. നീ എന്റെ ലൈവിൽ കേറിയില്ലെങ്കിൽ നീ ആൺകുട്ടി, നീ നല്ല ചെറുക്കൻ. ഓക്കെ, നീ ചെറുക്കൻ. ഓക്കെ, യു ഐഡന്റിഫൈ ആസ് എ മെയിൽ. നീ കേറിയില്ല ഇതുപോലെ തന്നെ ഇഗ്നോർ ചെയ്യണേ. ഓക്കെ, യു ആർ സ്റ്റിൽ എ ശിഖണ്ഡി. ഓക്കെ, ടോക്സിക് ആൻഡ് ഹോമോഫോബിക് ആയിട്ടുള്ള ഒരാളാണ്. ഇതൊന്നും ആസിഫിന്റെ റോസ്റ്റിംഗ് നല്ല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഒരാളെ ഹോമോഫോബിക് ആവാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അതിനകത്ത് ഒരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല, നിങ്ങൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല ചേച്ചി. പോരാനിട്ട് ഈ ആസിഫും അവന്റെ കുറച്ച് ടോക്സിക് ഫാൻസും കൂടി ഈ കുട്ടീനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക, എന്നിട്ട് വീട്ടിലിരിക്കുന്നവരൊക്കെ വളരെ ഡെറിഗേറ്റഡ് ആയിട്ടുള്ള റിമാർക്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ വളരെ മോശം രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചുതരാം. എല്ലാവർക്കും ഞാനൊരു പാട്ട് എടുത്തരാം. നിൻ പൂറായി വന്ന് എൻ കോത്തിൽ തരുമോ, കോത്തിൽ വന്ന് ചപ്പ നിന്റെ അമ്മച്ചി വരുമോ, നിന്റെ അമ്മേനെ പിഴിഞ്ഞൊന്ന് പാലൂട്ടി തരുമോ, ആ പാല് വന്ന് ചപ്പ നിന്റെ അപ്പച്ചൻ വരും. ഇതുപോലെ കുറച്ചുപേരും കൂടി എനിക്ക് മെസ്സേജസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇത് ഒരു വർഷം മുന്നേ നടന്നേക്കുന്ന സംഭവമാണ്. അന്നിങ്ങനെ വിളിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അന്ന് വിളിച്ചത് തെറ്റായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആസിഫിന്റെ വീഡിയോയ്ക്ക് തന്നെ ആസിഫ് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വോയിസ് ഒക്കെ അയച്ചത് തെറ്റായി പോയെന്ന് ഇന്ന് ആസിഫിന് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ പ്രായം അതാണ്. ഇനിയൊരു 4-5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അവൻ നല്ല ഇതിലും കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുക. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നു. എന്നാണെങ്കിലും ബാക്കി കേൾക്കാം. My problem is not with people. പക്ഷേ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ഹോമോഫോബിക് ആയിട്ടുള്ള സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്തിട്ട് ഒരു റേപ്പ് സർവൈവറിനെ പോലും വെറുതെ വിടാതെ വളരെ മോശമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി. ഈ റേപ്പ് സർവൈവർ ആരാന്നറിയാമോ? വേടന്റെ കേസിലെ സർവൈവർ ഇല്ലേ, അതേ സർവൈവർ തന്നെയാണ്. അത് ഈ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്ത് പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ ആസിഫിന്റെ കണ്ടൻസ് അത്യാവശ്യം നല്ല ടോക്സിക് തന്നെയാണ്. ആസിഫിനെ മുമ്പ് പുള്ളിക്കാരി ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. I don't joke about sexuality, identity, gender, religion or creed. I roast people who are actually troll worthy. If all you can see is the other stuff, then maybe that says more about you than me.
ഓക്കെ, അന്ന് അങ്ങനെ ആസുവിന്റെ ഭാഗം കമന്റ് ബോക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി ഇതൊന്നും വിട്ടിട്ടില്ല. ചേച്ചി നിരന്തരമായിട്ട് ഇങ്ങനെ ആസുവിനെ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിൽ നിന്ന് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം, നല്ലത് തന്നെയാണ്, അതിൽ തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇനി ഈ റേപ്പ് സർവൈവർ ഉണ്ടല്ലോ, ഈ കേസ് വേടന്റെ ആ ഒരു വിഷയമാണ്. അന്ന് ആസ് വിട്ടേക്കുന്ന വീഡിയോയ്ക്ക് പുള്ളിക്കാരി എടുത്തേക്കുന്ന റിയാക്ഷൻ നമുക്കൊന്ന് കാണാം. പരാതി വന്നേക്കുന്നത് പറയുമ്പോൾ കോട്ടയം സ്വദേശിനിയായ ഒരു ഡോക്ടർ, അവിടെ പേരില്ല, ഫേസ് ഇല്ല, ഒന്നുമില്ല, വെറും ഒരു ഡോക്ടർ, ഒരു കോട്ടയം സ്വദേശിനി. ഓക്കെ, എതിർ സൈഡിൽ ഒരു ആൺകുട്ടിയാണ് നിൽക്കുന്നത്. അതുപോലെ പേര് പറയുന്നുണ്ട്, വേടൻ, റാപ്പർ വേടൻ. ഏതെങ്കിലും പെൺകുട്ടി വളരെ കറേജസ് ആയി പുറത്ത് വന്ന് പറയുമ്പോൾ പേര് റിവീൽ ചെയ്യാതെ തന്നെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തും കോമന്റ് ഇട്ടിട്ടും ത്രെറ്റൻ ചെയ്തും ഒക്കെ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നീ പേരും കൂടി റിവീൽ ചെയ്യാത്ത കാര്യമുള്ളൂ. അവൻ പറഞ്ഞത് കറക്റ്റ് കാര്യമല്ലേ. പിന്നെ കറേജസ് ആയിട്ട് വന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആദ്യം വേടൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞു. പിന്നീട് 3 ദിവസം അതേ വീട്ടിൽ താമസിപ്പിക്കുന്നു. പിന്നീട് കോഴിക്കോട്, മലപ്പുറം, കൊച്ചി, അങ്ങനെ കോകർണത്ത് എല്ലായിടത്തും നടത്തി വീണ്ടും പീഡിപ്പിക്കുകയായിരുന്നു. ഏറ്റവും അവസാനമാണ് മനസ്സിലാവുന്നത് അയ്യോ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന്. കോടതിയിൽ തന്നെ പറഞ്ഞു ഈ ഒരു കേസ് നിലനിൽക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, വാഗ്ദാനം നൽകിയോണ്ടാണ്. പക്ഷെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ വേടനോ ഇപ്പൊ ആരെങ്കിലും ആവട്ടെ, ഇപ്പൊ വേറൊരാൾ ഇപ്പൊ ഒരാളെ ഇതുപോലെ പീഡിപ്പിച്ചു, ഒരു പീഡന കേസ് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, വിളിച്ചു പറയോ ഞാൻ ഇന്ന് കൊച്ചി വരുന്നുണ്ട് കേട്ടോ, ഇന്ന് എനിക്ക് പീഡിപ്പിക്കണം, ഞാൻ നാളെ കോഴിക്കോട് വരുന്നുണ്ട്, അതുകൊണ്ട് നാളെ എനിക്ക് ബലാത്സംഗം ചെയ്യണം, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഇന്ന് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം, ഇങ്ങനെ ആരെങ്കിലും പറയോ? എന്തൊരു എളുപ്പം പറഞ്ഞു അല്ലേ. മെൻ ഹാവ് എ ടെൻഡൻസി യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയോട് കല്യാണ വാഗ്ദാനം കൊടുത്തിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും, എന്നിട്ട് അടുത്ത പെൺകുട്ടിന്റെ അടുത്തേക്ക് പോകും. വേറെ പെൺകുട്ടിക്കും ഇതേപോലത്തെ അനുഭവങ്ങൾ വരാം. അതുകൊണ്ടാണ് ഓൺ ദി അഷുറൻസ് ഓഫ് മാരേജ് ഒരു ആള് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം പ്രോമിസ് ചെയ്ത കാര്യം നടന്നിട്ടില്ലെങ്കിൽ ദാറ്റ്സ് പണിഷബിൾ അണ്ടർ ലോ. ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ വിവാഹ വാഗ്ദാനം നൽകിയെന്നോ ഇല്ലെന്നോ എന്തോ ആയിക്കോട്ടെ, രണ്ടുപേരുടെ കൺസെന്റോടുകൂടി തന്നെയാണ്, അതായത് പരസ്പര സമ്മതത്തോടു കൂടി തന്നെ അവർ ഫിസിക്കലി റിലേഷൻ ആയിട്ട് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് കോടതിയിൽ ചെന്ന് പറയാണ് അയ്യോ അവൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് തന്നെ പട്ടി താറ്റായിട്ട് വിടുകയാണ്. ആ കേസ് അവിടെ നിലനിൽക്കില്ല. ഇത് ചേച്ചിയുടെ കുഴപ്പം മറ്റൊന്നുമല്ല, ലാക്ക് ഓഫ് ജനറൽ നോളജ്, ലോട്ട്സ് ഓഫ് നോൺസെൻസ്. ബിക്കോസ് നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന പോലെയല്ല വിമൻ ചെയ്യുന്നത്. അവർക്ക് ആ ഒരു ട്രോമ, ഫിസിക്കലി ആൻഡ് മെന്റൽ ട്രോമയിൽ നിന്നും പുറത്തു കടക്കാൻ ഒരുപാട് സമയമുണ്ട്. അത് ചേച്ചി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ആണുങ്ങൾ ഫിസിക്കൽ റിലേഷൻ ആവുന്നത് പോലെയല്ല പെണ്ണുങ്ങൾ ഫിസിക്കൽ റിലേഷൻ ആവും. കാര്യം അവരുടെ ശരീരഘടന ഡിഫറെന്റ് ആയതുകൊണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ മാത്രമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ ട്രോമയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതാണ് ചേച്ചി ഞാൻ പറഞ്ഞത്. ആണുങ്ങൾ എന്ത് തവിട് കൊടുത്ത് വാങ്ങിച്ചു? ആണുങ്ങൾക്ക് ഈ പറഞ്ഞ ട്രോമ, ഡിപ്രഷൻ, ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇവിടെ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നുണ്ട്. എത്രയോ പെൺകുട്ടികൾ ആണുങ്ങൾ ഇത്തരത്തിലുള്ള യൂസ് ആൻഡ് ത്രോ ചെയ്ത് നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഡിപ്രഷൻ അടിച്ചിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ഫിസിക്കലി റിലേഷൻ ആയിട്ടുള്ളവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. ഇതൊക്കെ അവരുടെ മൈൻഡിൽ ഇത്തരത്തിലുള്ള ആരും ഹീറ്റ് ചെയ്ത് എടുക്കും. അവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് സമയങ്ങൾ എടുക്കും. നമ്മുടെ കൂട്ടുകാരന്മാർ, എൻ്റെ പരിസരത്തുള്ള ഇപ്പോഴും പല ആൾക്കാരായിരിക്കും, എനിക്ക് പല സംഭവങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ചേച്ചിക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നല്ലോ, ആണുങ്ങൾക്ക് മാത്രം ഇതൊന്നും തോന്നുന്നില്ല, അവരൊക്കെ തവിട് കൊടുത്ത് വാങ്ങിച്ചില്ല. ഇതേ ചേച്ചി തന്നെ അന്ന് കൃഷ്ണപ്രഭ ഡിപ്രഷനൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ട് അവർ ഇന്റർവ്യൂവിനകത്ത് വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വരാത്തതൊക്കെ കെട്ടുകഥകളാണ് അല്ലെങ്കിൽ കോമഡി ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതിന്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ. നമുക്കൊന്നും അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡിപ്രഷനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമഡി ആയിട്ട് സംസാരിക്കാൻ പറ്റൂല. ഇത് ചേച്ചി നേരെ കണ്ണാടിയെ നോക്കിയിട്ട് വേണം സംസാരിക്കാനെ കൊണ്ട്. ഓക്കെ, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന സാധനമല്ല ഡിപ്രഷൻ, ട്രോമ എന്നൊക്കെ പറയുന്നത്, ആണുങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ബിക്കോസ് ആണുങ്ങളും മനുഷ്യർ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ വന്നിട്ട് ഓക്കെ സ്ത്രീകൾക്ക് മാത്രമേ, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഡിപ്രഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രോമ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ വെറും കെട്ടുകഥകൾ മാത്രമാണ് ചേച്ചി. സ്ത്രീകൾക്ക് ഇത്തരത്തിലുണ്ടാവുന്ന അനുഭവങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ആണുങ്ങൾക്ക് പറ്റുന്നുണ്ട്, സ്ത്രീകൾക്കും പറ്റുന്നുണ്ട്. എന്നാൽ പുരുഷന് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പുരുഷന്മാരല്ല, ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല, ആണുങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, ആണുങ്ങൾക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ലേ ചേച്ചി, ഈ പറയുന്ന ഇമോഷൻസും ഡിപ്രഷനും ട്രോമയും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആണുങ്ങൾക്കും ഉണ്ട്. ചേച്ചിക്ക് അത് അറിയാത്തതിന്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോട്ട്സ് ഓഫ് നോൺസെൻസ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൺ, കോമഡി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു തള്ളാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഇൻസ്റ്റാഗ്രാമിന്റെ ആൽഗോരിതം പോലും അങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്? ഇതിന് ശേഷം ആ കുട്ടിയെ സ്വന്തം അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തു. ആ കുട്ടി അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം എക്സ്ട്രീമാണ്. നമുക്കത് വിവരിക്കാൻ കൂടി പറ്റില്ല. ആ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കും, അതിനെ കുറിച്ച് സംസാരിക്കും. ഭയങ്കര ഒരു ബാഡ് സിറ്റുവേഷൻ ആണ്. എക്സ്ട്രീം ലെവലിലുള്ള സൈബർ ബുള്ളിങ്, അതാണ് ഈ ആസിഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 15-16 വയസ്സുള്ള മൈനർ ആയിട്ടുള്ള ഇവന്റെ ബ്രെയിൻ പുറത്ത് വെച്ച് നടക്കുന്ന ഫാൻസിനോടൊന്നും പറയാനില്ല. പക്ഷെ ബാക്കിയുള്ളവരാണ് തമാശയാണ്. പക്ഷെ എല്ലാം തമാശയല്ല, എല്ലാം തമാശയായിട്ട് കാണാനും പറ്റില്ല. അതാണ് ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ട്രോമയും ഡിപ്രഷനും ഒന്നും തമാശയായിട്ട് കാണാൻ പറ്റില്ല ചേച്ചി. അതോടെ ചേച്ചി മനസ്സിലാക്കുക. ചേച്ചി വിചാരിച്ചു ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര മാസമായി, ഞാൻ ഭയങ്കര കിടിലായിരുന്നു. ഇത് കഴിഞ്ഞൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസിഫ് ഹാസ് പാറ്റേൺ ഓഫ് റിയാക്ടിങ് ടു വീഡിയോസ് ബൈ ഇൻസൾട്ടിങ് പീപ്പിൾസ് parents and making personal degrading comments. Check the next story to see that's the issue here. Being a content creator with an audience comes with a responsibility. Using that
space to spread hate or humiliation, especially towards vulnerable people, can't be excused under any situation. ഇത് കഴിഞ്ഞ് ഈ പൊന്നുമോൻ ഉണ്ടല്ലോ, പൊന്നുമോൻ ചേച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചു. അത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഹേ വഫ, ബൈ ദ വേ, താങ്ക് യു ഫോർ മേക്കിംഗ് ദാറ്റ് video. You brought many people's attention to this issue. I do admit that I have added a story of his mother at that time. However, this all happened after endless bullying on his life. The order of the events that Asif mentioned under your comments is wrong. This Asif person made a video of me in early December, which then I saw towards the end of the year. So as seen in the screen recording, I politely asked him if he could delete the video as my consent wasn't taken, but this person ignored it as he was getting support from those videos. Then this person joins my life and starts abusing me and my family, first for absolute no reason, and from there he would go live every day and randomly abuse me and morph pictures of me. പിന്നെ ഇവന്റെ പിക്ചർ ഒക്കെ മോർഫ് ചെയ്തിട്ട് എന്ത് കിട്ടാനാന്നുള്ള എനിക്കറിയില്ല. All this was happening during the entire month of January and it's not easy to tolerate this. Then this person along with his friends who commented under your post kept adding me to their groups and starting സ്ലേജിങ് മീ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവൻ അയച്ചു കൊടുത്തേക്കുന്ന ആ ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആസ്വദിനകത്ത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ തന്നെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം അവൻ അങ്ങനെ ഒരു വീഡിയോ അന്ന് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നുള്ള കാര്യങ്ങൾ. അതിനുശേഷം അവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ചേച്ചിയുടെ മാസമൊക്കെ എവിടേക്കോ ചോർന്ന് പോയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ചേച്ചി ഇപ്പോൾ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങി എവിടെ പോയിട്ടുണ്ട്, എവിടെയാണെന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ആസിഫ് തിരിച്ചിട്ടേക്കുന്ന ഒരു മറുപടി വീഡിയോ നമുക്ക് കാണാം. ഹേ ഗൈസ്, നമസ്കാരം. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറച്ച് നാൾ മുന്നേ ഞാൻ റിയാക്ഷൻ ചെയ്തിരുന്നു. പുള്ളിക്കാരൻ ആരാണ്, എവിടെ നിന്നാണ്, എന്തിനാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കോണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുള്ളിക്കാരന്റെ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡൊക്കെ സെക്ഷലൈസ് ചെയ്ത് കാണിക്കുകയും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ഒന്ന് ബൾജ് ചെയ്ത് ഇതുപോലെ വീഡിയോസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പുള്ളിക്കാരുടെ ജോലി. ആസ് എ റിയാക്ടർ ഞാൻ റിയാക്ട് ചെയ്ത് പോയി. കാരണം ഇതൊന്നും നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവൻ കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തതിന് ശേഷം ഇവൻ എന്റെ ഡീമിൽ വന്നിട്ട് വളരെ നല്ല രീതിയിൽ ചോദിച്ചു ഈ വീഡിയോ ഒന്ന് റിമൂവ് ആക്കാൻ പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, പറ്റത്തില്ല. കാരണം നീ നല്ല മെസ്സേജ് ആണോ നാട്ടുകാർക്ക് കൊടുക്കുന്നത്, നീ നാട്ടുകാർ കാണാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, ഞാനും നാട്ടുകാർ കാണാൻ വേണ്ടിയാണ് വീഡിയോസും ചെയ്യുന്നത്. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്തതിന്റെ ദേഷ്യം ഇവന്റെ മനസ്സിൽ കിടന്ന് ആൾ കത്തി ഞാൻ ഒരു ദിവസം ഞാനൊരു ഫ്രണ്ട് കൂടി ലൈവ് ഇടുമായിരുന്നു. അങ്ങനെ ആ ഒരു ലൈവിൽ ഇവൻ കയറി വന്ന് കുറെ മെസ്സേജ് എന്റെ വീട്ടുകാർക്ക്, എന്റെ തന്തയ്ക്കും തലക്കൊക്കെ കുറെ വിളിച്ചു. അങ്ങനെ ഞാൻ വളരെ മൃദുലമായിട്ട് മാന്യമായിട്ട് ഈ ചെറുക്കനെ ഞാൻ ലൈവിൽ കേട്ടിട്ട് എന്താ അതാണ് നീ പക്ഷിയായിട്ടാണ് നീ ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ പറന്നു പോയി 2 മുട്ട ഇടും. അതെങ്കിലും അങ്ങനെ നിങ്ങൾ കേട്ടോണ്ട് ഞാൻ പുള്ളിക്കാരന്റെ ജെൻഡർ ഏതെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ ആൻസർ ആണ് ഇത്. അപ്പൊ എന്റെ തള്ളക്കാണ് വിളിച്ചത്. അപ്പൊ എന്റെ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഞാനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു. അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് വിളിച്ച് ഏത് പൊന്നുമോനാണെങ്കിലും അവന്റെ വീട്ടിൽ കയറി പൊട്ടിക്കാനുള്ള ദേഷ്യം തന്നെ ആയിരിക്കും ആർക്കാണെങ്കിലും തോന്നുന്നു. ആ സമയത്ത് അവൻ മുന്നിൽ ഇടില്ലെങ്കിൽ നമുക്ക് അവനെ എങ്ങനെ വാക്കുകൾ കൊണ്ട് അവനെ ഇതാക്കാൻ പറ്റുമോ ആ രീതിയിലായിരിക്കും എല്ലാവരും ശ്രമിക്കുക. പിന്നെ ആസ്മിന്റെ പ്രായം ഇതായത് കൊണ്ട് തന്നെ അവന്റെ എക്സ്ട്രീം എന്താണോ അതിലോട്ട് അവൻ പോവുകയും ചെയ്യും. പ്രശ്നങ്ങളായി, അടിയായി, സംസാരമായി, വഴക്കായി. ഞാൻ വിചാരിച്ചു ഈ ലൈവ് തീരുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 1.5 വർഷം മുന്നേ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത് മിസ്സിസ് വഫ ഹുസൈൻ ആണ്. അപ്പൊ വഫ ഹുസൈൻ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ഓക്കെ? അങ്ങനെ ഈ ചെറുക്കൻ എന്റെ അടുത്തുള്ള ദേഷ്യങ്ങളും വൈരാഗ്യങ്ങളും എല്ലാം കൂടുകയും ചെയ്തു. വന്നിട്ട് ഒരു വൃത്തിയുടെ പരിപാടി കാണിച്ചു. വേറെ ഒന്നുമില്ല, ഞാനെന്ന് പറയുമ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്ത് മുൻപ് എന്റെ വീട്ടുകാരുടെ ഫോട്ടോ, ഫാമിലി ഫോട്ടോ എല്ലാം ഞാൻ വെക്കുന്നതായിരുന്നു. ഇവൻ ചെയ്ത പരിപാടി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നേരെ എന്റെ ഉമ്മാടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് മോർഫ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ഒരു സ്റ്റോറിയും അതുപോലെ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഓരോ വൃത്തിയുടെ കമന്റ്സ് കുറെ ചീത്തവിളി എല്ലാം ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ കാണിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ പറയുന്നത് എന്തെങ്കിലും കളത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്തുകൊണ്ടോ പറയാം. അതുപോലെ വളരെ മോശമായിട്ടായിരുന്നു എന്റെ ഉമ്മാനെ വെറുതെ അബ്യൂസ് ചെയ്തത്. പക്ഷേ ചേച്ചിക്ക് അറിയാത്ത വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ആമ്പിള്ളാർക്ക് വേറെ എന്ത് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് അത് പൊളിയും. ഏത് പൊന്നുതമ്പുരാന്റെ പൊന്നുമോനാന്ന് പറഞ്ഞാൽ പോലും നമുക്കത് പൊളിയും. ആ സമയത്ത് ഇങ്ങനെ മോർഫ് ചെയ്ത് ഈ രീതിയിലുള്ള തന്തയില്ലായ്മ കാണിക്കുന്ന ഈ അപരാധി മോനെയൊക്കെ എന്ത് ചെയ്യണമെന്നായിരിക്കും ചേച്ചി നമുക്ക് തോന്നുക. പിന്നെ ചേച്ചിയെ പോലുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കണ്ടന്റിനെയോ അല്ലെങ്കിൽ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററിനെയോ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവരെ തെളിവിക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മ ഇവരെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും. ഈ വിളിക്കുന്ന ആൾക്കാരെ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് സദ്യ ചിലപ്പോൾ നിങ്ങൾ കൊടുത്തേക്കാം എന്ന് കരുതി നമുക്ക് അങ്ങനെ പറ്റില്ല ചേച്ചി. ചിന്തിക്കാൻ ഞാൻ എന്തുകൊണ്ട് ലീഗലി മൂവ് ചെയ്തില്ല, എന്താണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് അങ്ങനെ കൊടുക്കാത്ത റീസൺ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ. വേറെ ഒന്നുമില്ല, പുള്ളിക്കാരൻ വെറും 17 വയസ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മൈനർ ആയിരുന്നു. അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിനെക്കാട്ടി അവരുടെ കൈ കാലം നശിപ്പിച്ച ഒരു മൂലക്കിടുന്നതിനും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അവരുടെ വീടും കാര്യങ്ങളൊക്കെ തിരക്കിപ്പോൾ പുള്ളിക്കാരൻ നാട്ടിലില്ലെന്ന് ഞാൻ അറിഞ്ഞു. പുള്ളിക്കാരൻ പുറത്തെന്തോ ആയിരുന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടറിഞ്ഞത്. 1.5 വർഷം മുന്നുള്ള ഗ്രൂപ്പിന്റെ വിഷയം ഗ്രൂപ്പിനകത്ത് കാണിച്ച കടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ആണെന്നില്ല പെണ്ണെന്നില്ല ഇത് ചോദിക്കാൻ ആരുമില്ലെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരന്റെ പെരുമാറ്റവും കാര്യങ്ങളും വൃത്തികെട്ട സൈനും കസ്റ്റേഴ്സും എല്ലാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അഥവാ ഇതൊക്കെ ലീഗലി മൂവ് ചെയ്താൽ ഇവ എന്തായാലും പോലീസിന്റെ അടുത്ത് പോയി ജെൻഡർ കാർഡ് ആക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ലീഗലി മൂവ് ചെയ്യാതെ ഇവനെ കൈ കിട്ടിയ എന്തെങ്കിലും 2 കൊടുത്തു വിടാം. അല്ലാതെ ഇത് വേറെ ഒന്നും നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലൊന്നും നടക്കത്തില്ല. അപ്പൊ എനിക്കെതിരായിട്ട് ഈ ഒരു വീഡിയോ എന്റെ സൈഡ് പോലും കേൾക്കാതെ വഫ ഹുസൈൻ തന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരുടെ ടീമിൽ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ഞാൻ കാര്യം പോയി പറഞ്ഞായിരുന്നു. ആ ഒരു വീഡിയോ റിമൂവ് ചെയ്താൽ എനിക്ക് ഇതുപോലത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യേണ്ടി വരത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, പേടിച്ചിട്ടല്ല. എനിക്ക് വീണ്ടും എന്റെ ഉമ്മാനെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് വേണ്ട പ്രൂഫ് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തായിരുന്നു. എന്നെ മാത്രമല്ല ഒരുപാട് കുട്ടികളുടെ കുടുംബക്കാരെ അതുപോലെ ഒരുപാട് കുട്ടികളെ ബോഡി ഷേമിംഗ് ചെയ്തു, സെക്ഷലൈസ് ചെയ്തു പറയുന്ന എല്ലാ പ്രൂഫും കാര്യങ്ങളും കൊടുത്തായിരുന്നു. എന്റെ അമ്മയെ വിളിച്ച് ചീത്ത, വേറെ ആൾക്കാരെ വിളിച്ച് ചീത്ത കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ആ ചെറുക്കിന്റെ റെസ്പോൺസ് ആണ് വേണ്ടത്. ഇവൻ അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഇവരെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയാൽ ഇവർക്ക് വേണ്ടത് അവന്റെ റെസ്പോൺസ്. തെറ്റ് ചെയ്തില്ലെന്ന്
തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും തെറ്റ് ചെയ്തു, ഞാനും എന്റെ വായന എന്തൊക്കെ പറഞ്ഞു പോയി. പക്ഷെ അവൻ ഇത്രയും കാണിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത്. അവനാണ് ഇതെല്ലാം തുടക്കം കുറിച്ചത്. ഓക്കെ, ഇവൻ നല്ല വീഡിയോസ്, നല്ല കാര്യങ്ങളും നല്ല കോണ്ടന്റുമാണ് ചെയ്യുന്നെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും റിയാക്ഷൻ ചെയ്തേനെ. ഇത്രയും വൃത്തികേടും ഇത്രയും പച്ച അപരാധം കാണിക്കുന്നവനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, നോർമലൈസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഈ ഒരു സംഭവം ഞാൻ 1.5 വർഷം മുന്നേ ഞാൻ ഒഴിവാക്കിയ ഒരു കേസാണ്. വേറെ ഒന്നും കൊണ്ടല്ല. എന്റെ ഉമ്മയൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ വിഷമിച്ച ഒരു കാര്യമാണ്. അതെനിക്ക് വീണ്ടും എടുത്ത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഇതിപ്പോ അവരുടെ അവരുടെ കോണ്ടന്റ് ആക്കി അവർക്കത് കോണ്ടന്റ് ആണ്, എനിക്ക് ഇതിന്റെ ലൈഫാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇന്നിപ്പോ എനിക്ക് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞേക്കാം. പക്ഷെ നാളെ നിങ്ങൾക്കൊന്നും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ അപ്പുറമായിരിക്കും മേ ബി. ആരെ ഒരു സൈഡ് കേട്ടിട്ട് മാത്രം ഇന്ന് വിലയിരുത്തരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ശരി. ഇവിടെ ആസിഫിന്റെ സൈഡ് ക്ലിയർ ആയി കാണും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കൃത്യമായിട്ട് ആസിഫ് പറയാനുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞു. അവനെ എടുത്തിട്ട് പൊട്ടിക്കാനാണെങ്കിൽ പോലും അവനിവിടെ നാട്ടിലില്ല. അങ്ങനെയുള്ളവനെ എന്ത് ചെയ്യാനാണ്? കേസ് കൊടുത്താൽ പോലും എന്താണ് പിന്നീട് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ ആസിഫ് ഇവിടെ പറയുന്നുണ്ട്. എന്റെ പൊന്നേച്ചി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന റോസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഒരാളുടെ അടുത്തുള്ള വ്യക്തിവൈരാഗം കൊണ്ടോ പേഴ്സണൽ ഗ്രഞ്ചൂട്ടോ ഒന്നും അല്ല. ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുന്ന കണ്ടന്റ്സ് ആണെങ്കിൽ പോലും അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. പബ്ലിക്കിൽ വരുന്ന ഒരു കാര്യം, നമ്മുടെ കണ്ടന്റുകൾ മാത്രമാണ്. ആ രീതിയിലാണ് നമ്മൾ എല്ലാവരും റിയാക്ട് ചെയ്ത് പോകുന്നത്. അതിനപ്പുറത്തോട്ട് ഒരു പേഴ്സണൽ ഗ്രഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആ നമ്മൾ എടുക്കുന്ന റിയാക്ട് ചെയ്യാനോ റോസ്റ്റ് ചെയ്യാനോ എടുക്കുന്ന കണ്ടന്റിനകത്ത് എന്തെങ്കിലും നമ്മൾ കളിയാക്കാനോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനോ മാത്രമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതല്ലാതെ നല്ലത് ചെയ്യുന്ന ഒരുത്തിനെ വിളിച്ച് ഒരു വീഡിയോക്കകത്ത് നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് ഓക്കെ ഇവൻ ചെയ്തത് മോശമാണ്, അവനെ അങ്ങനെ നമ്മൾ കളിയാക്കുന്ന അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല ചേച്ചി. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇതൊരിക്കലും ഒരാളുടെ അടുത്ത് വ്യക്തിപരമായിട്ടുള്ള സംഭവമല്ല. അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും പേഴ്സണലി ഹേർട്ട് ആവുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കാം. അവനത് ഹേർട്ട് തോന്നേണ്ട ഒരു ആവശ്യമില്ല. അവൻ അതിനെക്കാട്ടി വലിയ അപരാധത്തിലല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ബോഡി പാർട്സ് ഒക്കെ എക്സ്പോസ് ചെയ്തിട്ട് ആ രീതിയിൽ കാണിക്കുന്ന പൊന്നുമോനാണ്. എന്നിട്ട് സെക്ഷലൈസ് ചെയ്തുകൊണ്ട് ഫുഡിനെ കാണിക്കുമ്പോൾ അതൊന്നും ചേച്ചിക്ക് കുഴപ്പമില്ല. അതൊക്കെ വളരെ നോർമലാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്, കിടിലമാണ്. പക്ഷേ അതിനെ റിയാക്ട് അല്ലെങ്കിൽ റോസ്റ്റിംഗോ ചെയ്തപ്പോൾ ചേച്ചിക്ക് അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് മഹാ അപരാധമായിട്ട് ചേച്ചിക്ക് തോന്നി. എത്ര വലിയ ധൈര്യം ചങ്കൂറ്റുള്ള ഒരു പെണ്ണാണെങ്കിലും ആണാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സ്വന്തം അമ്മയുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്വീറ്റ് മൊമെന്റ്സ് ഒക്കെ പങ്കുവച്ചതായിരിക്കാം. ആ സ്റ്റോറിക്കകത്ത് നീ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ മോർഫ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിന് ഏതൊരു വ്യക്തിയാണെങ്കിലും തളർന്നു പോകടെ. ആ രീതിയിൽ അവനും തളർന്നു പോയി. അപ്പം അതൊക്കെ എന്താണ് പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ ആണുങ്ങൾ അനുഭവിക്കുന്ന പോലെയല്ല. പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടെ എന്തോ വലിയ കൊമ്പുണ്ട്. അങ്ങനെയല്ല ചേച്ചി. ഇവിടെ ഈക്വലാണ്. പെണ്ണും ആണും എല്ലാവരും ഈക്വലാണ്. മനുഷ്യന്മാർ മാത്രമാണ്, അല്ല സെപ്പറേറ്റ് വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ ചേച്ചിയുടെ പല വീഡിയോസ് കണ്ടുകൊണ്ട് തോന്നുന്നു ഇവിടെ പ്രത്യേകതരമായിട്ട് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പുരുഷന്മാരെ അങ്ങനെ റെസ്പെക്ട് ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് ജെൻഡർ ആണെങ്കിലും അവർ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നമ്മൾ റെസ്പെക്ട് കൊടുത്താൽ മതി. ഓക്കെ, എന്താണെങ്കിലും വഫ ഹുസൈൻ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എവിടേക്കോ താൻ ചെയ്ത കാര്യങ്ങളിലെ പാളിച്ചകൾ പറ്റിപ്പോയെന്ന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് താൻ ഇട്ടിരുന്ന ആ ഒരു 2 ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ഡിലീറ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തെറ്റുകൾ ഇവിടെ ആർക്കും പറ്റും. വഫ ഹുസൈൻ ആണെങ്കിലും ആസിഫിനാണെങ്കിലും ഈ വീഡിയോക്ക് അത്ര സംസാരിക്കുന്ന എനിക്കാണെങ്കിൽ തെറ്റുകൾ പറ്റും. പക്ഷേ ഈ പറ്റിപ്പോകുന്ന തെറ്റുകളെ അഡ്മിറ്റ് ചെയ്യുന്നതിലാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. ആസിഫ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 1 വർഷം മുന്നേ ഞാൻ അങ്ങനെ വിളിച്ചേക്കുന്ന ആ ഒരു കാണിച്ചിരിക്കുന്ന വോയിസ് റെക്കോർഡിംഗ് ഇല്ലേ, അങ്ങനെ ഒന്നും ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു, തെറ്റുപറ്റിപ്പോയി എന്നുള്ള കാര്യങ്ങൾ ആസിഫ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യത്തിൽ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഇത്തരത്തിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറ്റിയേക്കുന്ന ഒരു തെറ്റ് തന്നെയാണ്. അതിനെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക. നിങ്ങളൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയെങ്കിലും നിങ്ങൾക്ക് ഇടാം. കാര്യം ആ ഒരു പയ്യൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വലിയ സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന ആ പൊന്നുമോനില്ലേ, ആ പൊന്നുമോൻ ഇത്തരത്തിൽ എത്രയോ ആൾക്കാരുടെ അങ്ങോട്ട് പോയിട്ട് അമ്മയ്ക്കോ അതും ഇതൊക്കെ വിളിച്ചിട്ട് വേറെ കുറെ സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ആസിഫിന്റെ ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇത്തരത്തിൽ ആസിഫിന് മാത്രമല്ല, ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന പല ആൾക്കാരുടെ അനുഭവങ്ങൾ ആ ഒരു കമന്റ് ബോക്സിൽ നോക്കിയാലും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ ഫീലിംഗ്സ്, വിചാരങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, പുരുഷന്മാർക്ക് ഉള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.